നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ വൈദ്യുതി എത്തപ്പെടാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രെക്കിംഗ് പോലെയുള്ള പരിപാടികളിലൊക്കെ നമുക്ക് ക്യാമ്പിംഗ് ചെറിയ ഒരു കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. ഒരു 3-4 ബൾബ് കത്തിക്കുക. അതുപോലെ നമുക്കൊരു ചെറിയ ഒരു മൊബൈൽ ചാർജ് ചെയ്യുക, ലാപ്ടോപ്പ് ചാർജ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കൊരു സോളാർ സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, വളരെ പൈസ നമുക്കധികം പൈസ മുടക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് പോലും വളരെ ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് വീട്ടിൽ ഒരു സ്വന്തമായിട്ടൊരു ചെറിയ അത്യാവശ്യം 3-4 ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സോളാർ യൂണിറ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്കിത് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അതിൽ എന്തൊക്കെയാ കാര്യങ്ങൾ വേണ്ടത്? അതായത് നമുക്ക് മോണോക്രിസ്റ്റലൈനോ പോളിക്രിസ്റ്റലൈനോ ഒരു 50 വാട്ടിന്റെയോ 100 വാട്ടിന്റെയോ പാനൽ എടുത്തിട്ട് ആ പാനൽ പുതിയത് വാങ്ങിക്കണമെന്നില്ല, പഴയ പാനലുകൾ കിട്ടും. അപ്പം വർക്ക് ചെയ്യുന്ന പഴയ പാനലുകൾ, പോളിക്രിസ്റ്റലൈൻ പാനലുകളൊക്കെ ഇന്ന് വളരെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പാനലുകൾ ഉണ്ടെങ്കിൽ മിക്ക ആളുകളുടെയും വീട്ടിലൊന്ന് ഇതേപോലെയുള്ള ചെറിയ പാനലുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാനല് നമുക്ക് പല ആളുകളും ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആ കറക്റ്റ് ചാർജിങ് നടക്കൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഒരു 500 രൂപന്റെ നമുക്കൊരു ചെറിയ ചാർജ് കൺട്രോളർ, PWM ചാർജ് കൺട്രോളർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ അങ്ങനെ ബാറ്ററി നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാറിന്റെയോ ലോറിയുടെയോ ഒക്കെ ഒരു 1-2 സെല്ലൊക്കെ പോയിട്ടുള്ള ബാറ്ററികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെയുള്ള അങ്ങനെയുള്ള ഒരു ബാറ്ററി യൂസ് ചെയ്യാം. അതേപോലെ ഈ ബാറ്ററിയിൽ വരുന്ന DC വോൾട്ടേജിനെ നമുക്ക് DC ബൾബ് ഉപയോഗിച്ച് കത്തിക്കാം. പക്ഷെ DC ബൾബ് ആകുമ്പോൾ വെച്ചാൽ നമുക്ക് DC വയർ തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് എനർജിന്റെ ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മിനി ഇൻവെർട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ DC to AC കൺവേർട്ടർ, 100 വാട്ടിന്റെ 200 വാട്ടിന്റെ ഒക്കെ മൈക്രോടെക്കിന്റെ വളരെ ചെറിയ ഒരു 500 രൂപ 600 രൂപ വരെയുള്ള അത്തരത്തിലുള്ള കൺവേർട്ടറുകളുണ്ട്. അപ്പൊ ആ കൺവേർട്ടറും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് AC ഔട്ട്പുട്ടാണ്. അത് പ്യുവർ സൈൻ വേവ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് സാധാരണ ചെറിയ 10 വാട്ടിന്റെ 5 വാട്ടിന്റെ ഒക്കെ ബൾബുകൾ, നമുക്കൊരു 4-5 ബൾബുകൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഇതൊരു സ്കീമാറ്റിക്കലി എങ്ങനെ നമുക്ക് ഇതിന്റെ വയറ് കണക്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു സ്കീമാറ്റിക്കലി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ സ്വന്തമായിട്ട് ഒരു സോളാർ സിസ്റ്റം, അതായത് 3-4 ബൾബ് നമുക്ക് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മൊബൈൽ പോലുള്ള ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമുക്ക് ചാർജ് ചെയ്യാനും അങ്ങനെയുള്ള പർപ്പസിനൊക്കെ അത്യാവശ്യം നമുക്കൊരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ സിസ്റ്റം കൊണ്ട് നമുക്ക് ചാർജിങ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലെ ചെയ്ത ചില ആക്രി പരിപാടികളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കമ്പോണൻസ് അതിൽ വേണം, അതേപോലെ തന്നെ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പം ഞാൻ സ്കീമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് നമുക്ക് വേണ്ടത് സോളാർ പാനലുകളാണ്. സോളാർ പാനലുകൾ, വലിയ സോളാർ പാനലുകൾ വേണ്ട, കാരണം നമ്മളിതൊരു ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ സോളാർ പാനലുകൾ പുതിയതായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ലൂം സോളാറിൻ്റെ ഏറ്റവും ഈ ഒരു 55 വാട്ടിൻ്റെ ഒരു പാനലാണ് ഈ കാണിക്കുന്നത്. അപ്പം ഇതില്ലെങ്കിൽ നമുക്ക് പഴയ പാനലുകൾ, പോളിക്രിസ്റ്റലൈൻ പാനലാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു പ്രോജക്റ്റിന്. പുതിയത് വാങ്ങിക്കണമെന്നില്ല. പുതിയതിന് ഒരു 55 വാട്ട് ഇതിന് ഏതാണ്ട് ഒരു 1500-2000 രൂപയോളം വിലയുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതില്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് പഴയത് വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ചുരുങ്ങിയ വാട്ട് ഉള്ള ഒരു പാനൽ ഇതിനു വേണ്ടി പ്രിഫർ ചെയ്യാം. അതേപോലെ രണ്ടാമത് വേണ്ടതെന്ന് വെച്ചാൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന DC വൈദ്യുതിയെ നമുക്ക് ബാറ്ററിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് ചാർജിങ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് കൺട്രോളറാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചാർജ് കൺട്രോളറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. MPPT, PWM 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ MPPTക്ക് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിതൊരു ചെറിയ പ്രോജക്റ്റാണ്, അതുപോലെ ചെറിയ വാട്ട്സുള്ള പാനലുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് MPPT വേണ്ട. MPPT ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉപയോഗിച്ചാലും വർക്ക് ചെയ്യും, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ MPPT ഇവിടെ ആവശ്യമില്ല, കാരണം MPPT ഏതാണ്ട് ഒരു 4000-5000 രൂപ ഒരു MPPTക്ക് വിലയുണ്ട്, ഏറ്റവും 20 ആംപിയറിൻ്റെ ഒക്കെ MPPTക്ക്. അപ്പോൾ അതുകൊണ്ട് MPPTക്ക് പകരം നമ്മളൊരു 500-550 രൂപയൊക്കെ വരുന്ന നമുക്ക് ലൂമിനസ്, ഇത് പല ബ്രാൻഡ് ഉണ്ട്, ഇപ്പം മറ്റൊരു ബ്രാൻഡും കൂടെ ഞാൻ പരിചയപ്പെടുത്താം.
അപ്പം ഈ ഒരു 500-550 രൂപ റേഞ്ചിലാണ് ഇതിന് വരുന്നത്. ലൂമിനസിന്റെ ഒരു PWM ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഈ ടൈപ്പ് ചാർജ് കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ വേണ്ടത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഈ ഒരു ചാർജ് കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് DC ബൾബുകൾ കത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ DC ബൾബുകൾ കത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് DC കേബിളുകളൊക്കെ വലിക്കുന്നത് വഴി നമുക്ക് ഹീറ്റ് ആയിട്ട് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു 500 രൂപേൻ്റെ ഇതേപോലെയുള്ള ഒരു മിനി ഇൻവെർട്ടർ എന്ന് വേണം പറയാം. ഒരു 200 വാട്ടിൻ്റെ ഉണ്ട്, 100 വാട്ടിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെർട്ടറും കൂടെ നമുക്ക് ചെറിയൊരു ഇൻവെർട്ടറും കൂടെ വാങ്ങിക്കുക. പിന്നെ വേണ്ടുന്ന ഒരു ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി പുതിയ ബാറ്ററി ഒന്നും വാങ്ങിക്കേണ്ട, പഴയ ബാറ്ററി ഇപ്പം നമുക്ക് കാറിൻ്റെയോ ലോറിൻ്റെയോ ഒക്കെ ബാറ്ററി ഒരു സെല്ലൊക്കെ പോയ ബാറ്ററികളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാറ്ററി നമുക്ക് ചെറിയൊരു പൈസയ്ക്ക് 300-400 ഒരു 500 രൂപ റേഞ്ചിൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പം അങ്ങനെയുള്ള ബാറ്ററികൾ നമുക്ക് ഇതിന് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 MC4 കണക്ടറാണ്. അതിനൊരു 50 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. പിന്നെ DC കേബിൾ ആണ് വേണ്ടത്. MC4 കണക്ടർ എന്ന് പറഞ്ഞാൽ ഇത് സോളാർ പാനലിൽ നിന്ന് ഔട്ട് വരുന്നത് നമുക്ക് ആ പുറത്തേക്ക്, അതായത് അവിടെ പിന്നെ നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെയാണ് വെക്കുക. അപ്പോൾ അവിടെ ലീക്കും കാര്യങ്ങളൊന്നും കറണ്ട് ലീക്കൊന്നും ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് നല്ല സീലിങ്ങോട് കൂടെ വരുന്ന ഇത്തരത്തിലുള്ള MC4 കണക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അത് 2 എണ്ണം വേണം. സോളാർ പാനലിൽ നമുക്ക് താഴോട്ട് നമ്മുടെ ഈ ഇൻവെർട്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1 സ്ക്വയർ mm DC കേബിളുകളാണ് ഉപയോഗിക്കേണ്ടത്. DC കേബിൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചിലവ് ചുരുക്കി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വാട്ട്സിൻ്റെ പാനലൊന്നും വേണ്ട, കാരണം നമ്മൾ ചെറിയൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം മാക്സിമം ഒരു 55 വാട്ടിൻ്റെ ഒക്കെ മതി. 55 വാട്ടിൻ്റെ ഒരു ലൂം സോളാറിൻ്റെ ഒരു പാനലിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കറണ്ട് 2.25 ആംപിയർ ആണ്. അപ്പം ഇത്തരത്തിലുള്ള 1, 2, 3 പാനൽ വരെ നമുക്കൊരു 10 ആംപിയറിൻ്റെ പിന്നെ സോളാർ സിസ്റ്റത്തിന് നമുക്ക്, അതായത് 10 ആംപിയർ കപ്പാസിറ്റി ഉള്ള നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എത്ര പാനൽ വേണം? സാധാരണ ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ അധികം പാനലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയൊരു 50 വാട്ടിൻ്റെ ഒരു പാനൽ മതി. ഇനി ഇതില്ലെങ്കിൽ പഴയ പോളിക്രിസ്റ്റലൈൻ പാനലുകളൊക്കെ സെക്കൻഡ് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എത്ര വാട്ടിൻ്റെതാണെന്ന് നോക്കണം, എത്ര വാട്ടാണ്, അതുപോലെ തന്നെ വോൾട്ട് എത്രയാണ്. ഇത് 12 വോൾട്ടിൻ്റെയാണ്, അതുകൊണ്ടാണ് മാക്സിമം പവർ 20 വോൾട്ട് വന്ന് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും വേണ്ട. ഇതുപോലെ ഒരു ചെറിയൊരു 10 ഡിഗ്രി ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് നമ്മുടെ വീടിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ. അതേപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതൊരു പാനലാണ്. ഈ പാനലിൻ്റെ നമ്മുടെ 50 വാട്ടിൻ്റെ പാനലാണ്. പാനലിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു കണക്ടർ കാണാം, MC4 കണക്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ചെറിയൊരു വയർ ഓൾറെഡി ഇതിൻ്റെ പാനൽ വാങ്ങിക്കുന്ന കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ MC4 കണക്ടർ ഇട്ട് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളൊരു 10 ആംപിയറിൻ്റെ ഒക്കെ ഈ PWM ചാർജ് കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മാക്സിമം ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് കറണ്ട്. ഇത് 9 ആംപിയറിൻ്റെ ഇൻപുട്ട്. ഇതൊരു 150 വാട്ടിൻ്റെ പാനലാണ്. അപ്പോൾ ഈ പാനലൊക്കെ നമുക്ക് ഈ ഒരു 10 ആംപിയറിൻ്റെ ചാർജ് കൺട്രോളറിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 150 വാട്ട് 9.3 ആണ് മാക്സിമം ഇൻപുട്ട് കറണ്ട് വരുന്നത്. നമുക്ക് 10 ആംപിയറിൻ്റെ അതിനകത്ത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 10 ആംപിയർ മുതൽ ഏതാണ്ട് ഒരു 60 ആംപിയർ വരെ നമുക്ക് ഇങ്ങനെയുള്ള ചാർജ് കൺട്രോളർ അവൈലബിൾ ആണ്. ഇത് നമ്മളൊരു എക്സാമ്പിളിൽ എടുത്ത 55 വാട്ടിൻ്റെ പാനലാണ്. അതിൻ്റെ VOC എന്ന് പറഞ്ഞാൽ 20 വോൾട്ടാണ്. അതുപോലെ ആംപിയർ 2.25 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് 10 ആംപിയറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു കൺട്രോളറിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു 4 എണ്ണമൊക്കെ നമുക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പാരലലായിട്ട്. പല ആളുകളും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്കൊരു ബാറ്ററി ചാർജിങ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 11 to 14.3 വോൾട്ടാണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വോൾട്ട് എപ്പോഴാണോ വരുന്നത് ആ സമയം മാത്രമേ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളൊരു ചാർജ് കൺട്രോളർ. അപ്പോൾ ഇവിടെ എത്ര വന്നാലും ഈ 20 വോൾട്ട് വന്നാലും അല്ലെങ്കിൽ 15 വോൾട്ട് വന്നാലും ഒക്കെ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ PWM ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് വേറെ നമുക്കവിടെ കുറച്ച് ലോസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ബഡ്ജറ്റ് ബേസ് ഇതാണ് ചെറിയൊരു സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റ്. ചാർജ് കൺട്രോളർ പറയുമ്പോൾ രണ്ട് ടെക്നോളജിയിൽ വരുന്നുണ്ട്. MPPT മാക്സിമം പവർ പോയിന്റ് ട്രാക്കിങ്ങിൽ വരുന്നുണ്ട്, അതുപോലെ PWM. ഈ MPPT ആണ് ഇപ്പം വലിയ പ്രോജക്റ്റുകളിലൊക്കെ, ഇപ്പം നമ്മുടെ 3 കിലോ വാട്ട് സിസ്റ്റം, 5 കിലോ വാട്ട് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം, ഇതിലൊക്കെ വരുന്ന
ഇൻവെർട്ടറിൻ്റെ അകത്ത് വരുന്നത് PWM അല്ല, MPPT ചാർജ് കൺട്രോളറാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ചെറിയൊരു ബഡ്ജറ്റ് 50 വാട്ടിൻ്റെ പാനലിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് PWM പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഇതിൽ വരുന്ന ടൈപ്പ് ചാർജ് കൺട്രോളർ നമുക്ക് മതിയാവും. ഇവിടെ എടുത്ത എക്സാമ്പിൾ ആയിട്ട് എടുത്ത ലൂമിനസിൻ്റെ ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച ഒരു ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏതാണ്ട് 550-600 രൂപേൻ്റെ അടുത്താണ് വരുന്നത്. ഇത് 10 ആംപിയർ മുതൽ 60 ആംപിയർ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം, നമ്മൾ വലിയ ആംപിയറിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ വലിയ വാട്ട്സിൻ്റെ പാനലുകൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇത് PWM ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ നമുക്ക് വലിയൊരു ലോസ് ഉണ്ടാകുന്നുണ്ട്. ആ ലോസ് ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ ഓൾറെഡി നമ്മളെ ലോസ് ചാർജ് കൺട്രോളറിൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ സൈഡിൽ ഡയറക്റ്റായിട്ട് USB കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ലൈവായിട്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ വയർ ചെയ്യുന്നത്, കൃത്യമായിട്ട് ഇവിടെയാണ് വയർ ചെയ്യേണ്ടത്. അതായത് ഇതിലേക്ക് വയർ ഇൻസേർട്ട് ചെയ്യുക, ഇവിടെയാണ് ഈ ഒരു ഭാഗത്താണ് സ്ക്രൂ ഉണ്ടാവുക. അപ്പം ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് ഇവിടെ സോളാർ പാനലിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലസും മൈനസും കൃത്യമായിട്ട് മാറിപ്പോകാതെ കൊടുക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു സോളാർ സിസ്റ്റം ഓഫ് ഗ്രിഡ് ഒക്കെ ചെയ്യുമ്പം ആദ്യം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സോളാർ പാനലല്ല, അതിന് മുമ്പ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. ഫസ്റ്റ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് ഇവിടെ രണ്ടാമതായിട്ടുള്ള ആ ഒരു സ്ലോട്ടിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് പോസിറ്റീവ്. കൃത്യമായിട്ട് നെഗറ്റീവും പോസിറ്റീവും നോക്കി മാറാതെ നമ്മൾ കൃത്യമായിട്ട് ബാറ്ററി ആദ്യം കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഈ ഒരു ഭാഗത്തേക്ക് നെഗറ്റീവും പോസിറ്റീവും കൊടുക്കുക. അപ്പം ഈ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാതെ നമുക്കതിനെ അവിടെ ഒരു DC ബ്രേക്കർ വേണമെങ്കിൽ കൊടുക്കാം, ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ. കാരണം നമ്മളൊരു ചെറിയ സിസ്റ്റത്തിൽ ലൈറ്റ്നിങ് അറസ്റ്ററൊന്നും നമ്മൾ വെക്കൂല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു DC ബ്രേക്കർ നമുക്ക് അവിടെ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് ബാക്കി വരുന്ന 3ഉം ഔട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ ബൾബ് കൊടുക്കാം, ഫാന് കൊടുക്കാം, ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ബൾബിന് പകരം ഫാനായാലും കൊടുക്കാം. അപ്പം ഇതാണ് DC ഔട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നും എടുക്കാം, അല്ലാതെ ഇവിടുന്നും എടുക്കാം, രണ്ട് രീതിയിലും എടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഇവിടുന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ ജസ്റ്റ് ഒരു മോണിറ്ററിങ് കൂടെ അവിടെ ഉണ്ടാവും. ആമസോണിൽ അതിൻ്റെ ഒരു ലിങ്കാണ്, ഏതാണ്ട് 545 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നീട് നമ്മൾ ഈ ബാറ്ററി ചാർജിങ് വോൾട്ടേജ് നമുക്ക് എപ്പോഴും അറിയാം ബിറ്റ്വീൻ 11 to 14.3 വോൾട്ടാണ്. ഇത് PWM ടെക്നോളജിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ലോസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു 55 വാട്ടിൻ്റെ പാനൽ ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം അതിൻ്റെ 31 വാട്ട് മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ മിനിമം അതായത് ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. കാരണം ഇവിടെ ഒരിക്കലും ഈ ഒരു 12 വോൾട്ടിൻ്റെ സോളാർ പാനലിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20 വോൾട്ട് വരെയൊക്കെ കിട്ടും, 19-20 വോൾട്ടൊക്കെ കിട്ടും. അപ്പോൾ നല്ല പീക്ക്, നല്ല വെയിലുള്ള സമയങ്ങളിൽ. പക്ഷേ അത്രയും സമയം ആ ഒരു പീക്ക് ടൈമിൽ കിട്ടുന്ന ആ വോൾട്ട് ഒരിക്കലും ഈ ഒരു ടൈപ്പ് ചാർജ് കൺട്രോളർ നമുക്കതിനെ ആംപിയറായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം ഇത് എക്സസ് ആയിട്ട് വരുന്നത് ഹീറ്റായിട്ട് ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യും, കൃത്യമായിട്ട് ബിറ്റ്വീൻ 14-14.3 ഈ ഒരു റേഞ്ചിലുള്ള വോൾട്ടേജ് മാത്രം എടുക്കും. ബാക്കി വരുന്ന ആ ഒരു ഡിഫറൻസ് 20 വോൾട്ട് ആണെങ്കിൽ 20 വോൾട്ടിൽ നിന്ന് 14 വോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 6-7 വോൾട്ട് അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 35% നമുക്ക് അവിടെ ലോസ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു 65-70% ഇതിൻ്റെ എഫിഷ്യൻസി. പക്ഷേ നമ്മൾ ചെറിയൊരു സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊരു വലിയൊരു പ്രശ്നമല്ല, കാരണം നമ്മൾ ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കുറച്ചും കൂടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സൂക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഒരു നല്ല ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സോളാർ ഇൻപുട്ട്, അതുപോലെ ബാറ്ററി, ഇതുപോലെ ഔട്ട്. അപ്പം ഈ രീതിയിലാണ്. അപ്പം ഇത് കൂടാതെ നമുക്ക് USB ഡയറക്റ്റായിട്ട് മൊബൈൽ ഫോൺ ഇവിടുന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിനകത്ത് ബാറ്ററി വോൾട്ടേജ്, പിന്നെ നമുക്ക് ഇതിനകത്ത് ഏത് ടൈപ്പ് ബാറ്ററി വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് എത്ര ആംപിയർ കറണ്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ എല്ലാ ഡിസ്പ്ലേ ഇവിടെ കൃത്യമായിട്ടുണ്ട്.
പക്ഷെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് എത്ര കാലം നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഡി സി വോൾട്ടേജിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ചെറിയ, അതായത് നമ്മൾ DC ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു ലോസ് ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഇതൊരു ഞാൻ ഉപയോഗിച്ചൊരു ഒരു പ്രോഡക്റ്റ് ആണിത്. ഇപ്പോൾ ഏതാണ്ട് ഞാനൊരു 5 വർഷം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ല. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇത് ഉപയോഗിക്കാറുണ്ട്, ഓൺ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു ബ്രാൻഡ്, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിൻ്റെ 200 വാട്ട് ഉണ്ട്, അതുപോലെ 100 വാട്ട് ഉണ്ട്. അപ്പം നമുക്ക് 200 വാട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഔട്ട് അത്രയും കിട്ടും, ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത്രയും ഔട്ട് കിട്ടും. അപ്പോൾ 200 വാട്ടിന് 565 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്യുവർ ആയിട്ടുള്ള സൈൻ വേവ് ഒന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ബൾബുകളൊക്കെ കത്തിക്കാനും അത്യാവശ്യം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയും പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാം. ലാപ്ടോപ്പ് എപ്പോഴും നമ്മളിത് ചാർജ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് അത്രയ്ക്കും പ്യുവർ വേവ് അല്ല, കറക്റ്റ് 220 വോൾട്ട് അല്ല. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമുക്ക് ബൾബ് കത്തിക്കാൻ വേണ്ടി ഇതൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ച് കാണാം, പിന്നെ 3 ഇൻഡിക്കേറ്റർ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ ഇത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് കത്തും. അതുപോലെ റിവേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ബാറ്ററി റിവേഴ്സ് ആണെങ്കിൽ നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് റിവേഴ്സ് ആയിട്ട് ആണ് കണക്ട് ചെയ്തെങ്കിൽ അവിടെ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് രണ്ട് USB നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചാർജിങ് ആയിട്ട് യൂസ് ചെയ്യാം. കണക്ഷൻ പ്രത്യേകിച്ച് നമ്മളൊന്നും അറിയാനില്ല. നമുക്കിവിടെ ഇതിന് 2 വയർ ഉണ്ടാവും. ആ 2 വയർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ചാർജ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിൽ DC ഔട്ട്പുട്ടിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഔട്ട് വരാൻ വേണ്ടി നമുക്ക് സോക്കറ്റുകൾ ഉണ്ടാവും. 3 പിൻ സോക്കറ്റ് ഉണ്ട്, ഈ രീതിയിലുള്ള 3 പിൻ സോക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ഔട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബൾബുകൾ കത്തിക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഔട്ട് എടുത്തിട്ട് മറ്റൊരു ചെറിയൊരു ഒരു സ്വിച്ച് ബോർഡ് പോലെ കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാം. ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ വയറിംഗ് ഒക്കെ കുറച്ച് നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ ഏതാണ്ട് കമ്പോണൻസ് എല്ലാം ആയി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സോളാർ പാനൽ. ഇപ്പോൾ സോളാർ പാനൽ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത്, എത്ര എണ്ണം പ്രിഫർ ചെയ്യണം? ഏറ്റവും എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ അധികം സോളാർ പാനലുകൾ വലിയ വാട്ട്സിൻ്റെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിവിടെ ഈ PWM ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കാരണം ഇതിൽ നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് ഒരു 70% മാത്രമേ ഇതിന് എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ വലിയ പാനലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു എനർജി ലോസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മളൊരു 50 വാട്ടിൻ്റെയോ ചെറിയൊരു തട്ടിക്കൂട്ട് സിസ്റ്റം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇതിനെ കാണുക. ഇനി കുറച്ചും കൂടെ വലിയ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സെയിം സാധനം തന്നെ ഇവിടെ PWMന് പകരം MPPT ഉപയോഗിച്ച് ചെയ്യാം. MPPT ഏറ്റവും ചുരുങ്ങിയത് ഒരു 4000 രൂപയെങ്കിലും റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ MPPTയിലും സെയിം സിസ്റ്റം 50 വാട്ടിൻ്റെ പാനലും വർക്ക് ചെയ്യും. അപ്പം ഇതാണ് പാനൽ, നമ്മളൊരു 50 വാട്ടിൻ്റെ പാനൽ. ഇപ്പം ഇനി ഒന്നിലധികം പാനൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് വോൾട്ട് കൂടാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യുക. സീരിയസ് ആയിട്ടല്ല, പാരലലായിട്ട്. അപ്പം പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് സെയിം വോൾട്ട് ആയിരിക്കും, അതേസമയം ആംബിയർ വർദ്ധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ 55 വാട്ടിൻ്റെ പാനലിൽ നമുക്ക് ഏതാണ്ട് 2.25 ആണ് അതിൻ്റെ ആംബിയർ കണ്ടത്. അത് നമുക്ക് മാക്സിമം 10 ആംബിയറിൻ്റെ ചാർജ് കൺട്രോളർ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് 4 പാനലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ അപ്പം അങ്ങനെ വരുന്ന സ്ട്രിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു DC ബ്രേക്കർ കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വിടാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയങ്ങളിൽ ഇത് ജസ്റ്റ് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളൊരു ചെറിയ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റിനിങ് അറസ്റ്റർ ഒന്നും അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ മതി. പിന്നീട് ഇവിടെ നിന്ന് നേരെ കണക്ഷൻ ഇതിൻ്റെ പ്ലസ് മൈനസ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ചാർജ് കൺട്രോളറിൻ്റെ, നമ്മൾ ഓൾറെഡി ആ കൺട്രോളർ പറഞ്ഞതാണ്. പിന്നെ ബാറ്ററി ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ബാറ്ററിയാണ് കണക്ട് ചെയ്യുക. അതിനുശേഷമാണ് ഈ പറഞ്ഞ സോളാർ ഇന്ന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഇവിടെ 3 പോർട്ട് വരുന്നത്, ഇതെല്ലാം ഔട്ടാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു USB മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് DC ബൾബ് യൂസ് ചെയ്യാം. പക്ഷേ DC ബൾബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എനർജി ലോസ് ഒക്കെ ഉണ്ടാകും. കുറച്ച് ലോങ്ങിലേക്ക് നമ്മൾ വയർ വലിച്ച് കൊണ്ടുപോകുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ബാറ്ററി ഡൗൺ ആകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് എനർജി അവിടെ ഹീറ്റായിട്ട് ലോസ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത് നമ്മൾ പറഞ്ഞ ആ ഒരു മിനി ഇൻവെർട്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 3 പോർട്ടിൽ ഔട്ട്, അത് ഏതെങ്കിലും ഒരു പോർട്ടിൽ നമ്മൾ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഔട്ടാണ് മറ്റേ
നമ്മുടെ ഈ പറഞ്ഞ കൺവേർട്ടറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഡയറക്റ്റായിട്ട് DC ആയിട്ട് നമുക്ക് DC സിസ്റ്റമായിട്ട് ഇത് പ്രവർത്തിക്കാം. മറ്റൊരു കമ്പോണൻറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു AC സിസ്റ്റമായിട്ടും വർക്ക് ചെയ്യാം. അപ്പം കൃത്യമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് വരുന്നത് ഈ 12 വോൾട്ട് കൃത്യമായിട്ടുള്ള വോൾട്ടായിരിക്കും ഇതിനകത്ത് പുറത്തേക്ക് വരിക. ഇനി നമുക്ക് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ മിനി ഇൻവെർട്ടർ അല്ലെങ്കിൽ DC to AC കൺവേർട്ടർ, ഈ കൺവേർട്ടറിൽ 2 ഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്ന് 2 വയറാണ് ഇതിലേക്ക് കാണുക, പ്ലസും മൈനസും അതുപോലെ റെഡും ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഔട്ട് ഏതെങ്കിലും ഒരു ഇവിടെ 3 ഔട്ട് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഔട്ടിലേക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലും സിസ്റ്റത്തെ കയറി ഇങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ PWM ചാർജ് കൺട്രോളറിലേക്കും കണക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ചിലവാകുന്ന തുക എന്ന് പറഞ്ഞാൽ സോളാർ പാനൽ നമുക്ക് സെക്കൻഡ് യൂസ്ഡ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 1000 രൂപയ്ക്ക് ഒരു പാനൽ കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ ഇതിന് ഒരു 500 രൂപ, ഇതിനൊരു 500 രൂപ, പിന്നെ ബാറ്ററിക്കും നമ്മൾ പഴയ ബാറ്ററിയാണ് ഒരു 500 രൂപ. അപ്പം 1500 2500 രൂപയ്ക്ക് നമുക്കൊരു ചെറിയൊരു സിസ്റ്റം അത്യാവശ്യം നമുക്ക് കറണ്ട് പോയ സമയത്ത് നമുക്കൊരു 3-4 ബൾബ് കത്തിക്കാം. അപ്പോൾ നമുക്കിത് ഈ മഴക്കാലത്ത്, കാരണം നമ്മുടെ മലയോര മേഖലകളിലൊക്കെ മഴക്കാലത്തൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പം കറണ്ട് വരിക. അപ്പോൾ നമുക്കിതൊരു നേരം വെളുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മഴക്കാലമാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു ചെറിയ ലൈറ്റിൽ നമുക്ക് വേണ്ടുന്ന ബൾബ് കത്തിക്കേണ്ട ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു സിസ്റ്റമൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇനി ഫ്ലഡ് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ ഇത് നമുക്ക് മറ്റൊരു എന്തെങ്കിലും ഒരു പർപ്പസിന് അത്യാവശ്യം കറണ്ട് ഞാനിത് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പവർ കട്ടുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ വൈഫൈ മോഡം ഇതിൽ യൂസ് ചെയ്യാം, ലാപ്ടോപ്പ് വരെ ഇതും കൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ രീതിയിലാണ് ഈ ഒരു സിസ്റ്റം. ഇനി മറ്റൊരു കാര്യം, അത് ഞാൻ സെപ്പറേറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് ഇതിന് പകരം ഈ ഒരു മിനി ഇൻവേർട്ടറിന് പകരം നിലവിൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPS ഉണ്ടെങ്കിൽ ആ UPS ചെറിയൊരു ആൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്കതൊരു 350 വാട്ടിൻ്റെ ഇൻവേർട്ടറായിട്ടും യൂസ് ചെയ്യാം. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം, കാരണം അതൊരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമാവുക. അപ്പോൾ അതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ജമ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ UPSനെ നമുക്ക് ഇൻവേർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതും വളരെ നല്ലൊരു ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൈസ അതിനകത്ത് ഫ്രീ ആയിട്ടൊരു UPS പഴയതുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും കൂടെ നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതേപോലെ തന്നെ വലിയൊരു പഴയ ഇൻവേർട്ടർ ഒരു 1 കിലോവാട്ട് 1.5 കിലോവാട്ട് 2 കിലോവാട്ടിൻ്റെയൊക്കെ ഇൻവേർട്ടർ, പഴയ നോർമൽ ഇൻവേർട്ടറിന് നമുക്ക് സോളാർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താം, ഞാനതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.